ലോകശക്തി എന്ന ഖ്യാതിക്ക് വേണ്ടി അമേരിക്ക യുദ്ധം സൃഷ്ടിക്കുന്നു. ഇന്ത്യയും ചൈനയും റഷ്യയും ലോകശക്തിയായി മാറുമോ എന്ന് അമേരിക്കയ്ക്ക് ഭയം. ഐക്യരാഷ്ട്രസഭയിൽ റഷ്യയും ചൈനയും അമേരിക്കയ്ക്കെതിരെ. യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാൻ ആക്രമണം പ്രതീക്ഷിക്കുന്നു. അമേരിക്ക തുടങ്ങിവെച്ച യുദ്ധം നീങ്ങുന്നത് മറ്റൊരു വഴിക്ക്. ലോകശക്തി എന്ന ഖ്യാതി നിലനിർത്താൻ വേണ്ടിയാണ് അമേരിക്ക വിദേശ രാജ്യങ്ങളിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന ആക്ഷേപം കാലങ്ങളായിട്ടുള്ളതാണ്. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ലോകശക്തികളായി ഉയരുന്നത് തടയാനാണ് അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനൊപ്പം ഇറാനെ ആക്രമിക്കുന്നതെന്ന് ഇറാൻ പരമോന്നത നേതാവിന്റെ ഇന്ത്യയിലെ പ്രത്യേക പ്രതിനിധി അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹി പ്രതികരിച്ചു. പശ്ചിമേഷ്യയെ അശാന്തിയിലേക്ക് തള്ളിവിട്ട ഇപ്പോഴത്തെ സാഹചര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കാണ്. യുദ്ധം തുടങ്ങിയത് ഇറാനല്ല, അമേരിക്കയാണെന്നും അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹി പറഞ്ഞു. ഇറാൻ പോരാട്ടം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. എന്നാൽ അമേരിക്ക ആക്രമണം നിർത്തിയാൽ ഉടൻ തങ്ങളും ആക്രമണം നിർത്തും. യുഎസുമായി നടന്നിരുന്ന ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടാവുകയും ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തിയതെന്ന് ഇലാഹി ആരോപിച്ചു. ആക്രമണത്തിലൂടെ സമാധാനത്തിനുള്ള വലിയൊരു അവസരമാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തകർത്തത് എന്നും ഇറാൻ പ്രതിനിധി ചൂണ്ടിക്കാട്ടുന്നു. ഇറാനെതിരായ ഇസ്രയേൽ US ആക്രമണം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിലും പ്രതിഫലിച്ചു തുടങ്ങി. UN രക്ഷാസമിതിയുടെ പ്രതിമാസ അധ്യക്ഷ സ്ഥാനം US ഏറ്റെടുക്കുന്നതിൽ എതിർപ്പുമായി റഷ്യയും ചൈനയും രംഗത്ത് വന്നു. രക്ഷാസമിതിയുടെ പ്രതിമാസ അധ്യക്ഷ പദവിയിലേക്കായി US തയ്യാറാക്കിയ പ്രവർത്തന രേഖയ്ക്ക് അംഗീകാരം ലഭിച്ചില്ല. 15 രാജ്യങ്ങളുള്ള UN സുരക്ഷാ കൗൺസിലിന്റെ പ്രസിഡന്റ് സ്ഥാനം വീറ്റോ അധികാരമുള്ള സ്ഥിരാംഗമായ അമേരിക്ക മാർച്ച് മാസത്തേക്ക് ഏറ്റെടുത്തിരുന്നു. എന്നാൽ മാർച്ച് മാസത്തേക്കായി US തയ്യാറാക്കിയ UNSC POW അംഗീകരിക്കുന്നതിനെ മറ്റ് സ്ഥിരാംഗങ്ങളായ റഷ്യയും ചൈനയും എതിർക്കുകയായിരുന്നു. യുദ്ധം അനന്തമായി നീണ്ടുപോകാനുള്ള സാധ്യത വർദ്ധിച്ചതോടെ യൂറോപ്പ് ആശങ്കയിലാണ്. ഇറാൻ ഭരണകൂടത്തെ തകർക്കാൻ ട്രംപ് ശ്രമിച്ചാൽ ഇറാനിയൻ മിസൈലുകളുടെ മൂർച്ചയറിയുക യൂറോപ്പായിരിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കയും ഇസ്രയേലും ഇറാനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഉന്നം വയ്ക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ മുന്നറിയിപ്പ് വരുന്നത്. ഇറാന്റെ ഖൊറാംഷർ മിസൈലുകൾക്ക് 2000 കിലോമീറ്റർ മുതൽ 3000 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ കഴിയും. ഇത് റോം, ഏഥൻസ്, ബുഡാപെസ്റ്റ് തുടങ്ങിയ യൂറോപ്യൻ നഗരങ്ങൾക്കുമേൽ ഭീഷണിയുടെ കരിനിഴൽ വീഴ്ത്തുന്നു. കാരണം ഇതിനോടകം തന്നെ ഇറാനിലെ രാഷ്ട്രീയ രംഗത്തെയും സർക്കാരിലെയും സൈന്യത്തിലെയും പല പ്രമുഖരുടെയും ജീവൻ ഇസ്രയേൽ അമേരിക്കൻ ആക്രമണത്തിൽ പൊലിഞ്ഞുപോയിട്ടുണ്ട്. ഇത് അനുഭവ സമ്പത്തില്ലാത്തവർ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തുവാൻ ഇടയാക്കും. എണ്ണ, പ്രകൃതിവാതക വില വർധനവ് ഉണ്ടാവുകയും ഇറാന്റെ സഹായമുള്ള ഹിസ്ബുള്ള തീവ്രവാദികൾ സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമസേന ആസ്ഥാനത്ത് ആക്രമണം നടത്തുകയും ചെയ്തതോടെ യൂറോപ്പിലെ രാജ്യങ്ങൾ ജാഗ്രത പാലിക്കേണ്ട അവസ്ഥയിലായി. അമേരിക്കയും ഇസ്രയേലും ഇറാനു നേരെ ആക്രമണം ആരംഭിച്ചത് പല ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടായിരുന്നു. ഇറാൻ നടത്തുന്ന ആണവ പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുക, പശ്ചിമേഷ്യയിൽ പാശ്ചാത്യ സ്വാധീനം ഉറപ്പിക്കുക, എക്കാലത്തും പാശ്ചാത്യ വിരുദ്ധനായ ആയത്തുള്ള അലി ഖമനിയെ വധിക്കുക. ഈ ലക്ഷ്യങ്ങളിൽ ഖമനിയെ വധിച്ചതിലൂടെ ഇസ്രയേലും അമേരിക്കയും ഉന്നമിട്ട പ്രധാന ലക്ഷ്യം കൈവരിച്ചെന്ന് പറയാം. എന്നാൽ ഖമനിക്ക് പിന്നാലെ തീവ്ര നിലപാടുകളുള്ള പിൻഗാമികൾ തന്നെ ഭരണത്തിൽ വരുന്നത് തങ്ങളുടെ ലക്ഷ്യത്തിനെതിരായാണ് ഇസ്രയേലും അമേരിക്കയും കാണുന്നത്. വലിയ രാഷ്ട്രീയ പരിചയമില്ലെങ്കിലും ഖമനിയുടെ മകൻ, മുൻ സൈനികൻ കൂടിയായ മുജ്തബ ഖമനിയാണ് ഇറാന്റെ പരമോന്നത നേതാവായി വിദഗ്ധ സമിതി തിരഞ്ഞെടുത്തത്. പിതാവിനെയും കുടുംബത്തെയും ഇല്ലാതാക്കിയവർ എക്കാലത്തും മുജ്തബയ്ക്കും ശത്രുക്കളായിരിക്കും. ഖമനി ഭരണത്തെ തുടച്ചു നീക്കി മൃദു സമീപനമുള്ള നേതാവിനെ അവരോധിക്കാനാണ് അമേരിക്കയും ഇസ്രയേലും ഈ യുദ്ധം നടത്തിയതെങ്കിലും കാര്യങ്ങൾ മറ്റൊരു വഴിക്കാണ് പോകുന്നതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.